ഈ പഞ്ചായത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്തിന് ഞങ്ങൾ പൂട്ടിട്ട് ഈ പഞ്ചായത്ത് അങ്ങ് അടച്ചിടുകയാണ്. ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് ജനാധിപത്യപരമായ ഒരു സമരത്തിന്റെ ഭാഗമായി വന്നതാണ്. 5ഓളം ആളുകളെയാണ് ഇന്നലെ പട്ടി കടിച്ചിരിക്കുന്നത്. ആ ആളുകളെ ആ കാര്യത്തിൻ്റെ അകത്തൊരു തീരുമാനമെടുക്കണം. ആ പട്ടി വിഷബാധ ഉണ്ടായിരുന്നതാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു സമരം നടത്തുമ്പോൾ, ഞങ്ങൾ കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ, ഞങ്ങളോട് ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഞങ്ങളോട് ചർച്ച ചെയ്യാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇല്ല, പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല, അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല. അങ്ങനെ 2 തൂപ്പുകാർ മാത്രമുള്ള ഈ പഞ്ചായത്ത് ഈ നാടിന് ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ പൂട്ടിട്ടത്. പ്രതീകാത്മകമായി ഈ സമരം ഇത് പഞ്ചായത്ത് അടഞ്ഞു കിടക്കണം. ഉൾപ്പെടെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ, SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് എബിൽ ജോസഫ്, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന വെച്ചൂച്ചിറയിലെ വ്യാപാരികൾ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത്തരത്തിലൊരു സമരം DYFI നേതൃത്വത്തിൽ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് അധ്യക്ഷ പ്രാസംഗികനും സ്വാഗത പ്രാസംഗികനുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെയാണ് അതിദ്വാരുണമായി 5ഓളം ആളുകൾക്ക് പട്ടിയുടെ കടി കേൾക്കുന്നത്. അതിൽ 2 പേർ വിദ്യാർത്ഥികളാണ്. അതിലൊരു കുഞ്ഞ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതും മറ്റൊരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതും. ഇതാദ്യമായല്ല വെച്ചൂച്ചിറ പഞ്ചായത്തിൽ തെരുവുപട്ടി കടിക്കുന്നത്. നിരവധി തവണ വെച്ചൂച്ചിറ പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങൾക്കകത്തും ഇത്തരത്തിൽ തെരുവുപട്ടി കടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ഇവിടുത്തെ DYFIയുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിയെ ഈ വിഷയം ധരിപ്പിച്ചിട്ടുള്ളതും ശ്രദ്ധയിൽ കൊണ്ടുവന്നതും പരാതി കൊടുത്തതുമൊക്കെയാണ്. നിരവധി തവണയാണ് DYFI ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഈ പ്രസിഡന്റിനും മുൻ പ്രസിഡന്റിനുമൊക്കെ പരാതി കൊടുത്തത്. എന്നാൽ നിഷ്ക്രിയമായി ആ കസേരയിലിരിക്കുന്ന നിലപാടാണ് വെച്ചൂച്ചിറയിലെ ഭരണസമിതി സ്വീകരിച്ച നിലപാട്. ഇപ്പോ ഏറ്റവും അടുത്തു വരുന്ന വാർത്ത, പ്രാഥമികമായ പരിശോധനയിൽ ഇന്നലെ കടിച്ച പട്ടിക്ക് പേവിഷബാധയുണ്ട് എന്ന് തന്നെയാണ്. ഈ നഗരത്തെ, ഈ ചെറിയ ഗ്രാമത്തെ ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഈ നാട്ടിലെ തെരുവുകൾക്കകത്തെല്ലാം ഇറങ്ങി നടക്കാൻ കഴിയാത്ത, ഈ നാട്ടിലെ മനുഷ്യർക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലും കോളേജിലും പോകാൻ കഴിയാത്ത സാഹചര്യം, തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം, വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഈ നാടിനെ സ്തംഭിപ്പിക്കുന്ന നിലയിലാണ് ഇവിടെ പേപ്പട്ടിയുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒന്നും അറിയാതെ കസേര കളിക്കുന്ന ചിലർ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ പഞ്ചായത്തും ഭരണസമിതിയും പ്രസിഡന്റും ഈ നാട്ടിലെ പേപ്പട്ടിക്ക് വേണ്ടിയാണോ അതോ ഈ നാട്ടിൽ ഇറങ്ങി നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണോ എന്ന. ഇവിടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേപ്പട്ടിക്ക് നേഴ്സറി സ്കൂൾ നടത്തി പോളിയോ കൊടുക്കുന്ന നിലയാണുള്ളത്. എങ്ങനെയാണ് പോഷകാഹാരം കൊടുത്ത് പട്ടികളെ സംരക്ഷിക്കേണ്ടത്, തെരുവ് പട്ടികളെ, പേപ്പട്ടികളെ സംരക്ഷിക്കേണ്ടതെന്ന് ഗവേഷണം നടത്തുന്ന ചില മനുഷ്യരാണ് ഇതിന് മുകളിൽ ഇരിക്കുന്നത്. എല്ലാ 4 മുക്കിലും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇപ്പൊ ഈ പ്രകടനം നടത്തി വെച്ചൂച്ചിറ നഗരത്തിൽ നമ്മുടെ ചുറ്റുപാടും എത്ര തെരുവ് പട്ടികളാണുള്ളത്. ഈ പേവിഷബാധയേറ്റ പട്ടി ഈ പട്ടികളെയെല്ലാം കടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിശ്വാസപൂർവ്വം ഈ നാട്ടിലിറങ്ങി നടക്കുക? ഈ നാട്ടിലെ ഓരോ ജംഗ്ഷനും കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് പട്ടിക്ക് നേഴ്സറി അനുവദിച്ചിരിക്കുകയാണ്. അങ്ങനെ നേഴ്സറി അനുവദിച്ച് പോഷകാഹാരം കൊടുത്ത് പട്ടിയെ വളർത്തുന്ന ഉത്തരവാദിത്തമാണ് ഈ നിഷ്ക്രിയമായ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ പഞ്ചായത്തിന്റെ പുറകിലേക്കൊന്ന് പോകണം. അവിടെ മാലിന്യങ്ങളുടെ കൂമ്പാരം മാത്രമേ ഉള്ളൂ. പട്ടിക്ക് പോഷകാഹാരം കിട്ടുന്ന ഒരു സ്ഥലം അതാ. ഈ നാട്ടിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി അറവുശാലകളുണ്ട്. അത് ഈ പഞ്ചായത്തിന്റെ ഒത്താശയോടെയും അനുമതിയോടും കൂടിയാണ്. അങ്ങനെ അനധികൃതമായി ഉണ്ടായിട്ടുള്ള അറവുശാലകൾ ഉൾപ്പെടെ അടച്ചുപൂട്ടണം. ഈ നാട്ടിലെ തെരുവുപട്ടികളെയാകെ ഉന്മൂലനം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഒരു സമരം നടത്തുന്നത്. ഈ സമരം ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങി നടക്കണം. ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയണം, നഴ്സറിയിൽ പോകാൻ കഴിയണം, പഠിക്കാൻ പോകാൻ കഴിയണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാട്ടിലൂടെ സ്വതന്ത്രമായി നടക്കാൻ കഴിയണം. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പഞ്ചായത്തിൽ പട്ടികളെക്കാളും വലിയ കടുപിടിയാ. പട്ടികളുടെ കടുപിടിയാ ഭേദം. കസേരയ്ക്കും അധികാരത്തിനുമൊക്കെ അതിലും വലിയ കടുപിടി നടത്തുന്ന ആവേശമൊക്കെ പഴയ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റുമൊക്കെ ഈ പട്ടിയെ നിയന്ത്രിക്കാൻ കൂടി കാണിക്കണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഞങ്ങള് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ വന്നതല്ല. ഞങ്ങൾ എവിടം വരെ പോകണം എന്ന് ഉദ്ദേശിക്കുന്നു അവിടം വരെ പോവുക തന്നെ ചെയ്യും. ഞങ്ങൾക്കറിയാം. ഇവിടെ നിൽക്കുന്ന പോലീസുകാരോടായി ഒന്ന് പറഞ്ഞു വെക്കട്ടെ. എന്റെ പൊന്നു ചേട്ടന്മാരെ, നാട്ടിലെ പട്ടിക്ക് കാക്കിയൊന്നും എന്താൽ അറിയത്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടിയായി സമരം നടത്തുന്നത്. നാളെ നിങ്ങൾ പോലീസ് യൂണിഫോം ഇട്ട് വെളിയിലിറങ്ങുമ്പോ പട്ടിക്ക് എസ് ഐ എന്നും എസ് എച്ച് ഒന്നും സി ഐ എന്നും ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ന്യായമായ സമരത്തോട് നിങ്ങൾ കൂടി ഐക്യദാർഢ്യപ്പെടണം. ഈ നാട്ടിലെ വ്യാപാരികൾ, ഈ നാട്ടിലെ മാതാപിതാക്കൾ, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും രാഷ്ട്രീയത്തിനതീതമായി ഈ നാട്ടിലെ യുവത്വം നടത്തുന്ന ഈ സമരത്തിനൊപ്പം ഐക്യദാർഢ്യപ്പെടണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്ന് ഇതിന് പരിഹാരമില്ലെങ്കിൽ ഈ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ അകത്തുനിന്ന് ഒരധികാരികളും വെളിയിൽ പോകില്ല എന്ന് ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ അസുരക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പോരാളികളെയും ഞങ്ങളോട് ഐക്യദാർഢ്യപ്പെട്ട് ഇവിടെത്തിയ വ്യാപാരികളെയെല്ലാം ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ.